സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനുകളുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ സർവേയുടെ റിപ്പോർട്ട് സെപ്റ്റംബറിൽ സർക്കാരിന് സമർപ്പിക്കും. ഗൂഗിൾ ഫോം വഴി MVD നടത്തിയ സർവേയിൽ 17,000-ലധികം ആളുകളാണ് തങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ലഭിച്ച നിർദ്ദേശങ്ങളുടെ വിശദമായ പരിശോധന പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. വാഹന രൂപമാറ്റത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയതിനാൽ വലിയ ഇളവുകൾക്കും കൂടുതൽ മോഡിഫിക്കേഷനുകൾക്കും അനുമതി ലഭിക്കാൻ സാധ്യത കുറവാണ്. ജൂൺ മാസത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഒരു പട്ടിക പുറത്തിറക്കിയിരുന്നു. ജൂൺ മാസം മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ട പട്ടികയിൽ അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷനുകളും അനുമതിയോടെ ചെയ്യാവുന്ന 6 മോഡിഫിക്കേഷനുകളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ അനുമതി നൽകിയ ഭൂരിഭാഗം മാറ്റങ്ങളും നിലവിൽ നിയമവിധേയമായിട്ടുള്ളവ തന്നെയാണെന്ന വിമർശനവും പ്രതിഷേധവും വാഹനപ്രേമികളിൽ നിന്നും ഉയർന്നു വന്നു. ഇതോടെയാണ് പൊതുജനങ്ങളുടെയും വിദഗ്ധരുടെയും അഭിപ്രായം തേടാൻ ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 7 വരെ MVD ഓൺലൈൻ സർവേ സംഘടിപ്പിച്ചത്. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ അധികാരമില്ലെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി കഴിഞ്ഞു. കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അംഗീകൃത വർക്ക്ഷോപ്പുകളിലോ സർവീസ് സ്റ്റേഷനുകളിലോ മാത്രമേ മോഡിഫിക്കേഷൻ നടത്താനാവൂ. രൂപമാറ്റം വരുത്തുന്നതിന് മുമ്പായി ഫോം 22C വഴി രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. മാറ്റങ്ങൾ വരുത്തി 14 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. അപകടകരമല്ലാത്ത വാഹന മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകുമെന്ന VD സതീശന്റെ മുൻ പ്രഖ്യാപനം വാഹനപ്രേമികളായ യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. അധികാരത്തിൽ വന്നാൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന സതീശന്റെ പ്രതികരണങ്ങളും അതിൽ സോഷ്യൽ മീഡിയയിൽ ലഭിച്ച സ്വീകാര്യതയും വലിയ തോതിൽ തരംഗമായി മാറി. സർവേ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കേന്ദ്ര നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന കാര്യത്തിൽ സെപ്റ്റംബറോടെ വ്യക്തത വരുത്തുമെന്നാണ് കരുതുന്നത്.